ഒരു കാലത്ത് വിറപ്പിച്ച ഇന്നും ബൈക്ക് പ്രേമികളുടെ സിരകളിൽ ആവേശം നിറയ്ക്കുന്ന ആ ടു സ്ട്രോക്ക് ഗർജനം തിരിച്ചു വരികയാണോ? അതെ, ദി ലെജൻഡ് ഈസ് ബാക്ക്. ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഫീൽ വരും. ഒരു കാലഘട്ടത്തിൻ്റെ ഹരമായിരുന്ന ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന ആ ഒരു പേര് യമഹ RX100. തലമുറകൾ മാറി വന്നിട്ടും ആരാധകർ കുറയാത്ത ഈ ഇതിഹാസ ബൈക്കിനെ കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് യമഹ RX പരമ്പരയുടെ ഏറ്റവും ആകർഷകമായ ആ റൗണ്ട് ഹെഡ്ലൈറ്റ്. ഡിജിറ്റലും LED-യും വാഴുന്ന ഈ കാലത്തും ഈ വട്ടത്തിലുള്ള ഹെഡ്ലൈറ്റിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഇത് വെറുമൊരു വെളിച്ചമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ അടയാളമാണ്. ഹെഡ്ലൈറ്റിന് ഇരുവശത്തുമായി നിൽക്കുന്ന ആ വലിയ ഓറഞ്ച് ഇൻഡിക്കേറ്ററുകൾ നോക്കൂ. പഴയ പ്രതാപം ഒട്ടും ചോരാതെ ഇന്നും നിലനിൽക്കുന്ന ഡിസൈനാണിത്. ഹെഡ്ലൈറ്റിന് തൊട്ടു താഴെയായി കാണുന്ന ആ യമഹ എന്ന പേര്, അത് കാണുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ പവർ നമുക്ക് മനസ്സിലാക്കാം. സിമ്പിളായ ക്രോം ഫിനിഷ് ഹാൻഡിൽ ബാറാണ് ഇതിലുള്ളത്. ബൈക്കിൻ്റെ ക്ലാസിക് ലുക്കിന് ഏറ്റവും അനുയോജ്യമായ വട്ടത്തിലുള്ള കറുത്ത മിററുകളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മീറ്റർ ബോക്സിലേക്ക് നോക്കാം. അനലോഗ് സ്പീഡോമീറ്ററും അതിനു ചുറ്റുമുള്ള ആ പഴയ സ്റ്റൈൽ ഇൻഡിക്കേഷൻ ലൈറ്റുകളും, ന്യൂട്രൽ ലൈറ്റ്, ടേൺ ഇൻഡിക്കേറ്റർ, ഹൈ ബീം എല്ലാം വളരെ കൃത്യമായി ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മീറ്ററിൽ കാണുന്ന യമഹ എന്ന പേര് റൈഡർക്ക് നൽകുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. ബൈക്കിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാൽ തിളങ്ങുന്ന ചുവന്ന പെയിൻറ്റും സ്റ്റൈലിഷ് ഗ്രാഫിക്സുമുള്ള ഫ്യുവൽ ടാങ്ക് നമുക്ക് കാണാം. ഇതിലെ ഗ്രാഫിക്സും യമഹ ലോഗോയും വളരെ മനോഹരമാണ്. അതിന് പുറകിലായി വളരെ പ്രീമിയം ലുക്ക് നൽകുന്ന ബ്രൗൺ കളർ സ്റ്റിച്ച്ഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബൈക്കിന് നല്ലൊരു ലക്ഷറി ഫീൽ നൽകുന്നുണ്ട്. സീറ്റിന് തൊട്ടു പിന്നിലായി വെള്ളി നിറത്തിലുള്ള ഒരു മെറ്റൽ കാരിയറും ഘടിപ്പിച്ചിട്ടുണ്ട്. വണ്ടിയുടെ പാനലിൽ ഈ ഇതിഹാസത്തിൻ്റെ പേര് കൊത്തിവെച്ചിരിക്കുന്നത് നോക്കൂ, യമഹ RX100. ഈ ഗ്രാഫിക്സും അതിൻ്റെ ഫിനിഷിങ്ങും എത്ര മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന് താഴെയുള്ള ആ ടൂൾ ബോക്സിൽ ലെജൻഡ് എന്ന് എഴുതിയിരിക്കുന്നത് വെറുതെയല്ല. ഈ വണ്ടി ശരിക്കും ഒരു ലെജൻഡ് തന്നെയാണ്. അതിന് തൊട്ട് താഴെയായി എൻജിൻ്റെ വശത്തെ കവർ കാണാം. ഇതിൽ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ടെക്സ്റ്റിൽ യമഹ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇത് ബൈക്കിൻ്റെ ക്ലച്ച് കവർ അല്ലെങ്കിൽ എൻജിൻ ക്ലേസിങ്ങിൻ്റെ ഭാഗമാണ്. RX100ൻ്റെ ആ പഴയകാല ലുക്ക് നിലനിർത്തുന്നതിൽ ഈ സസ്പെൻഷന് വലിയ പങ്കുണ്ട്. ഇതിൻ്റെ പുറത്ത് കാണുന്ന കോയിൽ സ്പ്രിങ്ങും അതിൻ്റെ ക്രോം ഫിനിഷിങ്ങും വണ്ടിക്ക് ഒരു ക്ലാസിക് ലുക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ വണ്ടികളിൽ പലതിലും ഇത് ബോഡിക്കുള്ളിൽ മറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ RXൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ. ഇതിൽ ഈ കാണുന്ന കറുത്ത റബ്ബർ കവർ വെറും സ്റ്റൈലിന് വേണ്ടി മാത്രമല്ല കേട്ടോ. ഇതിനെ ഫോർക്ക് ഗേറ്റർ എന്നാണ് പറയുന്നത്. സസ്പെൻഷനിലെ ഓയിൽ സീലുകളിലേക്ക് പൊടിയും ചെളിയും കയറാതെ നോക്കുന്നത് ഇവനാണ്. പഴയകാല യമഹ വണ്ടികൾക്ക് ആ ഒരു ഗാംഭീര്യം കൊടുക്കുന്നതിൽ ഈ ഒരു സിമ്പിൾ പാർട്ടിന് വലിയ പങ്കുണ്ട്. നിങ്ങൾ ഈ സസ്പെൻഷനിൽ എക്സ്കോട്സ് എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? പലരും വിചാരിക്കാറുണ്ട് ഇത് വെറും ഒരു പേരാണെന്ന്. എന്നാൽ ഇന്ത്യയിൽ യമഹ വണ്ടികൾ തുടക്കകാലത്ത് പുറത്തിറക്കിയിരുന്നത് എക്സ്കോട്സ് ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി ചേർന്നായിരുന്നു. അതുകൊണ്ടാണ് പഴയ മോഡൽ RX100ൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് ഫോർക്കിലും ഹബിലുമൊക്കെ ഈ പേര് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഒറിജിനൽ വിൻറ്റേജ് പാർട്ടാണെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ യമഹ RX100ൻ്റെ വിശേഷങ്ങൾ. കാലം എത്ര കഴിഞ്ഞാലും പുതിയ എത്ര വണ്ടികൾ വന്നാലും ഈ ടു സ്ട്രോക്ക് രാജാവിൻ്റെ ഗാംഭീര്യം ഒന്ന് വേറെ തന്നെയാണ്. ഇന്നും റോഡിലിറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഈ ടു സ്ട്രോക്ക് രാജാവിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുക, സുരക്ഷിതമായി വണ്ടി ഓടിക്കുക. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.